ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാമത്തെ അധ്യായം. അതിൽ 15-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകവിംശോऽധ്യായः. മൈത്രേയ ഉവാച. മൗക്തികൈഃ കുസുമസ്രഗ്ഭിർദുകൂലൈഃ സ്വർണതോരണൈഃ മഹാസുരഭിർധൂപൈർമണ്ഡിതം തത്ര തത്ര വൈ ചന്ദനാഗുരുതോയാർദ്രരഥ്യാ ചത്വരമാർഗവത് പുഷ്പാക്ഷതഫലൈസ്തോക്മൈർലാജൈരർച്ചിതം സവൃന്ദൈഃ കദളീസ്തംഭൈഃ പൂഗപോതൈഃ പരിഷ്കൃതം തരുപല്ലവമാലാഭിः സർവതഃ സമലം കൃതം. പ്രജാസ്തം ദീപബലിഭിः സംഭൃതാശേഷമംഗളൈः അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാः ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ച ദ്വിജാം വിവേശഭവനം വീരः സ്തൂയമാനോ ഗതസ്മയഃ. പൂജിതഃ പൂജയാമാസ തത്ര തത്ര മഹായശാः പൗരാഞ്ജാനപദാംസ്താൻ പ്രീതഃ പ്രിയവരപ്രദഃ സ ഏവ മാദിന്യനവദ്യചഷ്ടിതഃ കർമാണി ഭൂയാംസി മഹാന്മഹത്തമഃ കുർവൻ ശശാസാവനിമണ്ഡലം യശഃ സ്ഫീതം നിധായാരുരുഹേ പരം പദം. സൂത ഉവാച. തദാദിരാജസ്യേഷോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താമഹാഭാഗവതഃ സദസ്പദേ കൗശാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. വിദുര ഉവാച. സോഭിഷിക്തപൃഥുർവിപ്രൈർലബ്ധാശേഷ സുരാർഹണഃ ബിഭ്രത്സ വൈഷ്ണവം തേജോ ബാഹ്വര്യാഭ്യാം ദുദോഹഗാം. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാഃ ലോകാഃ സപാല ഉപജീവന്തി കാമമദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. മൈത്രേയ ഉവാച. ഗംഗായമുനയോർനദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയാ സർവത്രാസ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡദൃക് അന്യത്ര ബ്രാഹ്മണകുലാദന്യത്രാച്യുതഗോത്രതഃ. ഏകദാസീന്മഹാസത്രദീക്ഷാ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം രാജർഷീണാം ച സത്തമാ. തസ്മിന്നർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹതഃ ഉത്ഥിതഃ സദസോ മധ്യേ താരാണാമുടുരാടിവ. പ്രാംശുപീനായതഭുജോ ഗൗരക്കഞ്ചാരുണേക്ഷണഃ സുനാസഃ സുമുഖഃ സൗമ്യഃ പീനാം സഹ സുദ്വിജസ്മിതഃ. അടുത്ത ശ്ലോകമാണ് നമുക്ക് എടുക്കാനുള്ളത്. വ്യൂഢവക്ഷ ബൃഹത് ശ്രോണിർവലിഭി വ്യൂഢവക്ഷ ബൃഹത് ശ്രോണിർവലിവദ്ഗുദളോദരഃ ആവർത്തനാഭിരോജസ്വീ കാഞ്ചനോരുരുദഗ്രപാത്. വ്യൂഢവക്ഷ ബൃഹത് ശ്രോണിർവലിവദ്ഗുദളോദരഃ ആവർത്തനാഭിരോജസ്വീ കാഞ്ചനോരുരുദഗ്രപാത്. ഉരുദഗ്രപാത് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ ആകർഷകമായ ശരീരത്തെ പറ്റിയിട്ടാണ് ഇന്നലെ വിവരിച്ചത്. അംഗവർണ്ണന, നല്ല ഉയരം ഉള്ളവനും കൊഴുത്തുതടിച്ച ആജാനുബാഹുക്കളോട് കൂടിയവനും രക്തപ്രകാശമുള്ള വെളുത്ത നിറമുള്ളവനും ചെന്താമര പോലെ ആ മനോഹര നേത്രങ്ങളുള്ളവനും ഉന്നത നാസികയുള്ളവനും അതുപോലെ സുമുഖനും സൗമ്യനും മാംസളങ്ങളായിരിക്കുന്ന സ്കന്ധങ്ങളുള്ളവനും
നല്ല ദന്തനിരയോടെ ആ മന്ദഹസിക്കുന്നവനുമായിട്ട് കാണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അടുത്തത് ഇനി അതിന് ശേഷമുള്ള വർണ്ണന വ്യൂഢവക്ഷ ബൃഹത് ശ്രോണിർ വലിവൽ ഗുദളോദരം. വ്യൂഢവക്ഷ എന്ന് പറഞ്ഞാൽ വലിയ ആ വക്ഷസ് വിടർന്ന മാറിടത്തോടു കൂടി, ബൃഹത് ശ്രോണിർ തടിച്ച ആ കടി, ശ്രോണിർ വലിവൽ ഗുദളോദര കടിതടം, ഭംഗിയുള്ള ആ വലിത്രയം, ആലിലയ്ക്കൊത്ത ഉദരം എന്നർത്ഥം, ആലിലയ്ക്കൊത്ത ഉദരം. പിന്നെ ആവർത്തനാഭി, ചുഴി പോലുള്ള നാഭി, ആ കാഞ്ചനൂരു സ്വർണാഭയുള്ള തുടകള, ഉഗ്രപാദ് ഉന്നതങ്ങളായിരിക്കുന്ന പാദങ്ങൾ, ഇവയാൽ ഓജസ്വി ഓജസ്സുള്ളവനായിരുന്നു അദ്ദേഹം എന്നർത്ഥം. വ്യൂഢവക്ഷ ബൃഹത് ശ്രോണിർ വലിവത് ഉദളോദരം ഉദളോദര ആവർത്തനാഭിരോജസ്വി കാഞ്ചനൂരുരുദഗ്രപാത്. ഇപ്പോൾ വ്യൂഢവക്ഷ വിടർന്ന മാറിടം, ബൃഹത് ശ്രോണി തടിച്ച കടിത്തടം, വലിവദ്ഗുദളോദര ഭംഗിയുള്ള വലിത്രയം, ആലിലയ്ക്കൊത്ത ഉദരം എന്നർത്ഥം, ഭംഗിയുള്ള വലിത്രയം, ആലിലയ്ക്കൊത്ത ഉദരം എന്ന് പറയാം. ആവർത്തനാഭി ചുഴി പോലുള്ള നാഭി, കാഞ്ചനോരുഹു സ്വർണാഭയുള്ള തുടകൾ, ഉദഗ്രപാദ് ഉന്നതങ്ങളായിരിക്കുന്ന പാദങ്ങൾ, ഉദഗ്രപാദ് ഉന്നതങ്ങളായിരിക്കുന്ന പാദങ്ങൾ, ഇവയാൽ ഓജസ്വി ഓജസ്സുള്ളവനും ആയിരുന്നു. ഒന്നുകൂടി പറയാം. വ്യൂഢവക്ഷാഹ വിടർന്ന മാറിടം, ബൃഹത് ശ്രോണി തടിച്ച കടിതടം, വലിവദ്ഗുദളോദര ഭംഗിയുള്ള വലിത്രയം, ആലിലയ്ക്കൊത്ത ഉദരം, ആവർത്തനാഭി ചുഴി പോലുള്ള നാഭി, കാഞ്ചനൂരുഹു സ്വർണാഭയുള്ള തുടകൾ, ഉരു എന്ന തുടകൾ, ഉദഗ്രപാദ് ഉന്നതങ്ങളായിരിക്കുന്ന പാദങ്ങൾ, ഇവയാൽ ഓജസ്വി ഓജസ്സുള്ളവനും ആയിരുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് വ്യൂഢവക്ഷ ബൃഹത് ശ്രോണി വലിവദ്ഗുദളോദര ഉദരം വലിവദ്ഗുദളോദര ആവർത്തനാഭി കാഞ്ചനൂരുഹു ഉദഗ്രപാത് ഓജസ്വി. എന്നോട് പറയാം. വ്യൂഢവക്ഷ ബൃഹത് ശ്രോണി വലിവദ്ഗുദളോദര ഉദരം ആവർത്തനാഭി കാഞ്ചനൂരുഹു ഉദഗ്രപാത് ഓജസ്വി. എന്നോട് പറയാം. വ്യൂഢവക്ഷ ബൃഹത് ശ്രോണി വലിവദ്ഗുദളോദരം ആവർത്തനാഭി കാഞ്ചനൂരുഹു ഉദഗ്രപാത് ഓജസ്വി. വിടർന്ന മാറിടം, തടിച്ച കടിതടം, ഭംഗിയുള്ള വലിത്രയം, ആലിലയ്ക്കൊത്ത ഉദരം എന്നർത്ഥം, ചുഴി പോലുള്ള നാഭി, സ്വർണാഭയുള്ള തുടകൾ, ഉന്നതങ്ങളായിരിക്കുന്ന പാദങ്ങൾ, ഇവയാൽ ഓജസ്സുള്ളവനായിരുന്നു. ആ പൃഥു മഹാരാജാവിൻ്റെ ആ അംഗവർണ്ണനയാണ്. അപ്പോൾ 16-ാമത്തെ ശ്ലോകത്തിലെ വിസ്തീർണമായ ആ മാറിടം, വലിയ അരക്കെട്ട്, ത്രിവലികളുള്ളതും സുന്ദരവും അശ്വത്ഥപത്ര സദൃശമായിട്ടുള്ള ഉയരവും അഗാധമായിരിക്കുന്ന നാഭിയും ശക്തിയുള്ള സ്വർണം പോലെ ഉജ്ജ്വലമായ തുടകളും ഉയർന്ന പാദാഗ്രവും ചേർന്നവനും ആയിരുന്നു ആ പൃഥു മഹാരാജാവ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ശോഭനമായ മനോഹരമായ നാസിക, വിസ്തീർണമായ മാറിടം, തടിച്ചിരിക്കുന്ന കടി, പശ്ചാത്ഭാഗം ത്രിവലികളാൽ മനോഹരമായും ആലില പോലെ മുകൾ ഭാഗം വീതിയിലും കീഴ്ഭാഗം വീതി കുറഞ്ഞും ഇരിക്കുന്ന വയർ, ചുഴി പോലെ വൃത്താകാരമായ നാഭി, മഹാപ്രതാപത്തെ സൂചിപ്പിക്കുന്ന ശോഭ, സ്വർണ്ണ നിറമുള്ള തുടകൾ, ഉന്നതങ്ങളായിരിക്കുന്ന അഗ്രഭാഗത്തോടു കൂടിയ പാദങ്ങൾ. ഇതൊക്കെ ചേർന്നിട്ടുള്ള
ആളാണ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിസ്തീർണവക്ഷാസ് സ്ത്രിവലി യുക്തോദരോ. വളരെ വിസ്താരം കൂടിയ വക്ഷസോട് കൂടിയിട്ടുള്ള ആൾ. വിസ്തീർണവക്ഷാസ് ത്രിവലി യുക്തോദരോ. ത്രിവലി ആയിരിക്കുന്ന ആ ഉദരം, 3 വരകൾ ഇങ്ങനെ ചേർന്നിട്ടുള്ള ഉദരം. നിമ്നനാഭി, നല്ല എന്താണ്, നിമ്നനാഭി, ആഴത്തിലുള്ള നാഭി വിയോട് കൂടിയിട്ടുള്ള ആളാണെന്നർത്ഥം. വിസ്തീർണവക്ഷാസ്ത്രിവലിയുക്തോദരോ നിമ്നനാഭി. ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനത്തിൽ. വളരെ വിസ്താരമേറിയിരിക്കുന്ന വക്ഷസ്, ത്രിവലിയുക്തോദരോ, ത്രിവലി ശോഭിതമായിരിക്കുന്ന ആ ഉദരം, നിമ്നനാഭി, വളരെ ആഴത്തിലുള്ള നാഭി, ഇത് ചേർന്ന ആളാണ്. ഇനി 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ കമ്പുകന്ധര മഹാധനേതു കൂലാഗ്രേ പരിധായോപവീയ ച വ്യഞ്ജിതാശേഷഗാത്രശ്രീർ നിയമേന്യസ്തഭൂഷണ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണികൃതോജിത ശിശിരസ്നിഗ്ധതാരാക്ഷ സമൈക്ഷത സമന്ദദ ഊജിവാനിതമുർവീശ സദസ്സംഹർഷയന്നിവ. നൂടി ചൊല്ലാം. സൂക്ഷ്മവക്രാസിത സ്നിഗ്ധ മൂർധജക്കമ്പുകന്ധര മഹാധനേതുകൂലാഗ്രേ പരിധായോപവീയ ച വ്യഞ്ജിതാശേഷഗാത്രശ്രീർ നിയമേന്യസ്തഭൂഷണ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണികൃതോചിത ശിശിരസ്നിഗ്ധതാരാക്ഷ സമൈക്ഷത സമന്ദദ ഊജിവാനിതമുർവീശ സദസ്സംഹർഷയന്നിവ. സൂക്ഷ്മവക്ര അസിത സ്നിഗ്ധ മൂർധജ, നേർത്ത ചുരുണ്ട് കറുത്ത മിനുത്ത തലമുടി എന്നാണ് അതിൻ്റെ അർത്ഥം. സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ എന്നുള്ളതിൻ്റെ സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ. നേർത്ത വക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ട് കറുത്ത്, മറ്റേ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നേർത്ത ചുരുണ്ട് കറുത്ത്, അസിത മിനുത്ത, സ്നിഗ്ധമൂർധജ തലമുടി. സ്നിഗ്ധമൂർധജ എന്ന തലമുടി. പിന്നെ കമ്പുകന്ധര, കമ്പുകന്ധര ശംഖ് പോലെ കഴുത്തുള്ള കഴുത്ത്, കമ്പുകന്ധര ശംഖ് പോലുള്ള കഴുത്ത്. മഹാധനേതുകൂലാഗ്രേ പരിധായോപവീയ ച, പരിധായ മഹാധനെ വിലപിടിച്ച ആ 2 പട്ട് വസ്ത്രങ്ങൾ, വിലപിടിച്ച 2 പട്ട് വസ്ത്രങ്ങൾ ചുറ്റിയിട്ട്. മഹാധനേതുകൂലാഗ്രേ വിലപിടിച്ച 2 പട്ട് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്. പരിധായോപവീയ ച, അത് ചുറ്റിയിട്ട്. ഉപവീയ ച, ഉത്തരീയവും ധരിച്ച്, അതിൻ്റെ മേൽമുണ്ടും ധരിച്ചിട്ട്. വ്യഞ്ജിതാശേഷഗാത്രശ്രീർ,
മെയ്യഴക വെളിവാക്കപ്പെട്ടവനായിട്ട് വെഞ്ചിത ആശേഷഗാത്രശ്രീ ആ മനോഹാരിത, ആ ദേഹത്തിൻ്റെ മനോഹാരിത, ആ ഐശ്വര്യം അങ്ങനെ വെളിവാക്കപ്പെട്ടവനായിട്ട് ന്യസ്തഭൂഷണ അഴിച്ചുവെച്ച ആഭരണങ്ങളോട് കൂടിയവനായിട്ട്, അഴിച്ചുവെച്ച ആഭരണങ്ങളോട് കൂടിയവനായിട്ട്, പിന്നെ കൃഷ്ണാജിനധര ആ കൃഷ്ണാജിനം ധരിച്ചിട്ട്, അതായത് മൃഗത്തോല് കൊണ്ടുള്ള ആ ഉടുപ്പ് ധരിച്ചിട്ടുള്ള കൃഷ്ണാജിനം ധരിച്ച് കുശപാണി കുശപ്പുല്ലുകൊണ്ട് പവിത്രം വിരലിട്ടവനായിട്ടും ശ്രീമാൻ കണ്ടാൽ ശ്രീത്വമുള്ളവനും കൃതോചിത കൃത്യനിർവഹണം കഴിഞ്ഞവനും ആയിരിക്കുന്ന ശിശിരസ്നിഗ്ധതാരാക്ഷ കുളിർമയും എണ്ണമയവും ഉള്ള ആ കൃഷ്ണമണികളോടുകൂടിയ നേത്രങ്ങളോടുകൂടിയവൻ ആയിരിക്കുന്ന ഉർവീശ ആ രാജാവ്. സമന്തത നാലുപാടും സമൈക്ഷത ശ്രദ്ധിച്ചു നോക്കി. സദഹ സദസ്സിനെ സഹർഷയൻ ഇവ സന്തോഷിപ്പിക്കും വണ്ണം ഇതം ഇപ്രകാരം ഊചിവാൻ. അതാണ് വെഞ്ചിതാശേഷഗാത്രശ്രീ നിയമേന്യസ്തഭൂഷണ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണി കൃതോചിത. കൃതോചിത എന്ന് പറഞ്ഞാൽ കൃത്യനിർവഹണം ചെയ്യുന്നവൻ. ശിശിരസ്നിഗ്ധതാരാക്ഷ എന്നുള്ളതിന് കുളിർമയും എണ്ണമയവും ഉള്ള ആ കൃഷ്ണമണികളോട് കൂടിയവൻ. രാക്ഷ സമൈക്ഷത ചുറ്റും അങ്ങനെ സമൈക്ഷത നോക്കി. സദസ് സമന്തത ആ രാജാവ് നാലുപാടും സമൈക്ഷത നാലുപാടും ശ്രദ്ധിച്ചു നോക്കി. സമൈക്ഷത സമന്തത ഊജിവാനിതമുർവീശ എന്നിട്ട് പറഞ്ഞു, ഊജിവാൻ പറഞ്ഞു, ഇത് സർവേശ സർവരോടും സദമുർവീശ രാജാവ് പ്രകാരം പറഞ്ഞു. സദസ്സിനെ സംഹർഷയന്നിവ സദസ്സിനെ സന്തോഷിപ്പിക്കും വണ്ണത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം അതാണ് സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ കമ്പുകന്ധര മഹാധനേതു കൂലാഗ്രേ പരിധായോപവീയ ച വ്യഞ്ജിതാശേഷഗാത്രശ്രീർനിയമേന്യസ്തഭൂഷണ ഭൂഷണ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണി കൃതോചിത ശിശിരസ്നിഗ്ധതാരാക്ഷ സമൈക്ഷത സമന്തത ഊജിവാനിതമുർവീശ സദസ്സംഹർഷയന്നിവ. അപ്പോൾ സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ നേർത്ത് ചുരുണ്ട് കറുത്തു മിനുത്ത തലമുടി, കമ്പുകന്ധരഹ ശംഖ് പോലുള്ള കഴുത്ത ഇവയോടും നിയമേ ആ ദീക്ഷയിൽ ന്യസ്തഭൂഷണ അഴിച്ചുവെച്ച ആഭരണങ്ങളോടുകൂടിയും മഹാധനെ വിലപിടിച്ച ദുകൂലാഗ്രേ രണ്ട് പട്ടുവസ്ത്രങ്ങൾ പരിധായ ചുറ്റിയിട്ട് ഉപവീയച ഉത്തരീയവും ധരിച്ച് വെഞ്ചിതാശേഷഗാത്രശ്രീ ആ മെയ്യഴക് വെളിവാക്കപ്പെട്ടവനായും കൃഷ്ണാജിനധര കൃഷ്ണാജിനവും ധരിച്ച് കുശപാണി കുശപ്പുല്ലുകൊണ്ടുള്ള പവിത്രം വിരലിട്ടവനായും ശ്രീമാൻ ശ്രീത്വമുള്ളവനായും കണ്ടാൽ ശ്രീത്വമുള്ളവനായും കൃതോചിത കൃത്യനിർവഹണം കഴിഞ്ഞവനായും ശിശിര സ്നിഗ്ധതാരാക്ഷ കുളിർമയും എണ്ണമയവുമുള്ള ആ കൃഷ്ണമണികളോടുകൂടിയ നേത്രങ്ങളുള്ളവനുമായ ഉർവീശ ആ രാജാവ് സമന്തത നാലുപാടും സമൈക്ഷത ശ്രദ്ധിച്ചു നോക്കി. സദഹ സദസ്സിനെ സംഹർഷയൻ ഇവ സന്തോഷിപ്പിക്കും വണ്ണം ഇതം ഇപ്രകാരം ഊചിവാൻ പറഞ്ഞവൻ ആയി. അപ്പോൾ ഇതിൽ ഒന്നും കൂടി പറയാൻ പദങ്ങൾ സൂക്ഷ്മ വക്ര അസിത സ്നിഗ്ധ മൂർധജ നേർത്ത് ചുരുണ്ട് കറുത്ത് മിനുത്ത തലമുടിയോടുകൂടിയവനും കമ്പുകന്ധര ശംഖ് പോലുള്ള കഴുത്തുള്ളവനും
ഇവയോടും നിയമേ ദീക്ഷയിൽ ന്യസ്തഭൂഷണ അഴിച്ചുവെക്കപ്പെട്ട ആഭരണങ്ങളോട് കൂടിയവനും മഹാധനെ വിലപിടിച്ച് ദുകൂലാഗ്രേ 2 പട്ടുവസ്ത്രങ്ങൾ പരിധായ ചുറ്റിയിട്ട് ഉപവീയച്ച ഉത്തരീയവും ധരിച്ച് വ്യഞ്ജിതാശേഷഗാത്ര ശ്രീഹി മെയ്യഴക് വെളിവാക്കപ്പെട്ടവനായും കൃഷ്ണാജിനധര കൃഷ്ണാജിനവും ധരിച്ച് കുശപാണി കുശപ്പുല്ലുകൊണ്ട് പവിത്രം വിരലിട്ടവനായും ശ്രീമാൻ കണ്ടാൽ ശ്രീത്വമുള്ളവനായും കൃതോചിത കൃത്യനിർവഹണം കഴിഞ്ഞവനും ആയും ശിശിരസ്നിഗ്ധതാരാക്ഷ കുളിർമയും എണ്ണമയവുമുള്ള കൃഷ്ണമണികളോട് കൂടിയ നേത്രങ്ങളുള്ളവനുമായ ഉർവീശ ആ രാജാവ് സമന്തത 4 പാടും സമൈക്ഷത ശ്രദ്ധിച്ചു നോക്കി സദഹ ആ സദസ്സിനെ സംഹർഷയൻ ഇവ സന്തോഷിപ്പിക്കും വണ്ണം ഇതം ഇപ്രകാരം ഊചിവാൻ പറഞ്ഞവനുമായി. ഇതിലത്തെ അന്വയം വന്നിട്ട് സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ കമ്പുകന്ധര നിയമേ ന്യസ്തഭൂഷണ മഹാധനേ ദുകൂലാഗ്രേ പരിധായ ഉപവീയച്ച വ്യഞ്ജിതാശേഷഗാത്രശ്രീ കൃഷ്ണാജിനധര കുശപാണി ശ്രീമാൻ കൃതോജിത ശിശിരസ്നിഗ്ധതാരാക്ഷ ഉർവീശ സമന്തത സമൈക്ഷത സദഹ സംഹർഷയൻ ഇവ ഇതം ഊചിവാൻ. എന്നുകൂടി പറയാം. സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജ കമ്പുകന്ധര നിയമേന്യസ്തഭൂഷണ മഹാധനെ ദുകൂലാഗ്രേ പരിധായ ഉപവീയച്ച വ്യഞ്ജിതാശേഷഗാത്രശ്രീ കൃഷ്ണാജിനധര കുശപാണി ശ്രീമാൻ കൃതോചിത ശിശിരസ്നിഗ്ധതാരാക്ഷ ഉർവീശ സമന്തത സമൈക്ഷത സദഹ സംഹർഷയൻ ഇവ ഇതം ഊചിവാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം വന്നിട്ട് നേർത്ത് ചുരുണ്ട് കറുത്ത് മിനുത്ത ആ തലമുടി, ശംഖ് പോലുള്ള കഴുത്ത്, ഇവയോടും ദീക്ഷയിൽ അഴിച്ചുവെച്ച ആഭരണങ്ങളോട് കൂടിയും വിലപിടിച്ച ആ 2 പട്ടുവസ്ത്രങ്ങൾ ചുറ്റിയും ഉത്തരീയവും ധരിച്ച് വെളിവാക്കപ്പെട്ട മെയ്യഴക് വെളിവാക്കപ്പെട്ടവനായും കൃഷ്ണാജിനധരം ധരിച്ച് ആ കുശപ്പുല്ലുകൊണ്ട് പവിത്രം വിരലിട്ടവനായും കണ്ടാൽ ശ്രീത്വമുള്ളവനായിട്ടും കൃത്യനിർവഹണം കഴിഞ്ഞവനായും കുളിർമയും എണ്ണമയവുമുള്ള കൃഷ്ണമണികളോട് കൂടിയ നേത്രങ്ങളുള്ളവനുമായിരിക്കുന്ന രാജാവ് 4 പാടും ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആ സദസ്സിനെ സന്തോഷിപ്പിക്കും വണ്ണം ഇപ്രകാരം ഊചിവാൻ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിടർന്ന മാർവിടം കടിപ്രദേശം തടിച്ചതാണ്. ആ ഉദരഭാഗത്ത് 3 വലയങ്ങളുണ്ട്. ആലില പോലെയും ആണ് ആ ഉദരം. ചുഴി പോലുള്ള ആ പൊക്കിള് ആകപ്പാട ഓജസ്വിയാണ്. തുടകൾ സ്വർണ്ണവർണ്ണമാണ്. കാലടികൾ ഉന്നതങ്ങളാണ്. കനം കുറഞ്ഞും വളഞ്ഞും കറുത്തും ഇനിപ്പുമുള്ളതുമായിരിക്കുന്ന തലമുടിയാണ്. കഴുത്ത് അശംഖാകൃതിയാണ്. വിലപിടിച്ച പട്ടുവസ്ത്രങ്ങൾ ഉടുത്തിരിക്കുന്നു. ഉത്തരീയം ധരിച്ചിരിക്കുന്നു. യാഗദീക്ഷയാൽ ആഭരണങ്ങൾ അണിഞ്ഞിട്ടില്ല. കൃഷ്ണാജിനം ഉടുത്ത വസ്ത്രത്തിന്മേൽ ചുറ്റിയിരിക്കുന്നു. വിരലിൽ കുശം കൊണ്ടുള്ള പവിത്രം ഇട്ടിട്ടുണ്ട്. കണ്ടാൽ നല്ല ശ്രീത്വം. തൻ്റെ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്രകാരമുള്ള പൃഥു തൻ്റെ ദേഹകാന്തിയെ പ്രകാശിപ്പിക്കുമാറ് എഴുന്നേറ്റ് നിന്ന് ചുറ്റുപാടും നോക്കി സദസ്സിന് സന്തോഷം തോന്നും വിധം ഇപ്രകാരം പറയുകയും ചെയ്തു. അപ്പോൾ സൂക്ഷ്മങ്ങളും വളഞ്ഞതും കറുത്തതും സ്നിഗ്ധങ്ങളും ആയ കേശം, ശംഖം പോലെ രേഖകൾ ഉള്ള കഴുത്ത്, ഇവ ചേർന്നവനും വിലപിടിച്ച 2 പട്ടുവസ്ത്രങ്ങൾ ഉടുത്ത് യജ്ഞദീക്ഷയിൽ ആഭരണങ്ങൾ ഉപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ വ്യക്തമായ അവയവകാന്തിയോടുകൂടി ദീക്ഷാംഗമായ ആ കുശപ്പുല്ലും കൃഷ്ണാജിനവും ധരിച്ച് യഥോചിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചവനും സന്താപനാശകങ്ങളും സ്നിഗ്ധങ്ങളുമായിട്ടുള്ള കൃഷ്ണമണികളോടുകൂടിയവനും ആയ ആ രാജാവ് ചുറ്റും നോക്കി. ആ സദസ്സിനെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നോ എന്ന് തോന്നുന്ന വിധം ശ്രോത്രപ്രിയനും മധുര പദയുക്തവും പ്രശസ്തവും പരിശുദ്ധവും ഗംഭീര അർത്ഥവത്തും
അവ്യാകുലവും ആയിരിക്കുന്ന വാക്യം സകലരുടെയും ഉപകാരത്തിനായിട്ട് പറഞ്ഞു. അപ്പോൾ സൂക്ഷ്മമായും അഗ്രം വളഞ്ഞും കറുത്തും മെഴുക്കുമുള്ള തലമുടി, ശംഖതുല്യമായ കഴുത്ത്, അധികം വിലപിടിച്ച വട്ടുവസ്ത്രങ്ങൾ ഉടുക്കുകയും ഉത്തരീയമായി ധരിക്കുകയും ചെയ്തിട്ടുള്ള ആ സ്വരൂപം. യാഗദീക്ഷാവ്രതാവസരം ആയതിനാൽ രാജോചിതങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ അവയവങ്ങളിൽ ധരിച്ചിട്ടില്ലാത്തതുകൊണ്ട് എല്ലാ അവയവങ്ങളുടെയും ശോഭയ്ക്ക് മറവ് ലേശവും ഇല്ല. കൃഷ്ണമൃഗത്തിൻ്റെ തോൽ വസ്ത്രത്തിന് മീതെ ചുറ്റിയിട്ടുണ്ട്. മഹാശോഭ ശരീരത്തിൽ നിന്നും വ്യാപിക്കുന്നു. കയ്യിൽ ദർഭയുണ്ട്. സമയോചിത കർമ്മം കഴിഞ്ഞിരിക്കുന്നു. പ്രജകളുടെ സർവ്വസന്താപങ്ങളെയും നിരാകരിക്കുന്ന വിധം ആർദ്രങ്ങളും മൃദുവും ആയിരിക്കുന്ന ആ കൃഷ്ണമിഴികളോടുകൂടിയ ആ കണ്ണുകളെ 4 ഭാഗത്തും വ്യാപരിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു ആ പൃഥുമഹാരാജാവ്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് സ്നിഗ്ധമൂർധജസ്ത്രിരേഖാങ്കിത കന്ധരഃ, നനുത്ത തലമുടിയോട് കൂടിയതും ശംഖ് പോലുള്ള കന്ധരം കഴുത്തോട് കൂടിയവനും, പീതാംബരധരഃ പീതാംബരം ധരിച്ചിരിക്കുന്നവനും, കൃഷ്ണാജിനധരോ കൃഷ്ണാജിനമുടുത്തവനും, ദർഭഹസ്തഃ കൈകളിൽ ദർഭയുടെ പവിത്രം അണിഞ്ഞവനും, പിന്നെ ദർഭഹസ്തഃ ഏതാദൃശഃ ഇപ്രകാരം പൃഥുരുത്ഥായ പൃഥു അവിടുന്ന് എണീറ്റ് സമന്തതഃ 4 പാടും സർവാൻ വിലോകയൻ എല്ലാം നോക്കിക്കൊണ്ട് സർവേഷാം ഉപകാരാർത്ഥം എല്ലാവർക്കും ഉപകാരം ഉണ്ടാക്കത്തക്ക വിധം അനുവദന്നിവ ഗൂഢാർത്ഥം ജഗാത എല്ലാവരുടെയും അനുവാദപ്രകാരം ആ ഗൂഢാർത്ഥമായിരിക്കുന്ന വളരെ രഹസ്യമായിട്ടുള്ള അർത്ഥം ഉള്ള വാക്കുകളെ അവിടെ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്നിഗ്ധമൂർധജ സ്ത്രിരേഖാങ്കിത കന്ധരഃ നനുത്ത തലമുടികളോട് കൂടിയിരിക്കുന്ന ശിരസും, അതുപോലെ രേഖാങ്കിത സ്ത്രിരേഖാങ്കിത കന്ധരഃ ശംഖ് പോലുള്ള ആ കഴുത്ത്, പിന്നെ പീതാംബരധരഃ പീതാംബരം ധരിച്ചിട്ടുള്ളവൻ, കൃഷ്ണാജിനധരോ കൃഷ്ണാജിനം ധരിച്ചിട്ടുള്ളവൻ, ദർഭഹസ്ത കൈകളിൽ ദർഭ കൊണ്ടുള്ള പവിത്രം ധരിച്ചവൻ, ഏതാദൃശഃ ഇപ്രകാരം പൃഥുരുത്ഥായ ഇതൊക്കെ അണിഞ്ഞിട്ട് ഉള്ള ആ പൃഥുമഹാരാജാവ് അവിടെ എഴുന്നേറ്റ് സമന്തതഃ 4 പാടും സർവാൻ എല്ലാവരെയും വിലോകയൻ എല്ലാവരെയും വീക്ഷിച്ചിട്ട് സർവേഷാം ഉപകാരാർത്ഥം എല്ലാവരുടെയും ഉപകാരത്തിനും അനുവദന്നിവ ഉപകാരത്തിനായിട്ട് അനുവദിച്ചുകൊണ്ടുള്ള ഗൂഢാർത്ഥം ജഗാഥ ഗൂഢാർത്ഥമായിരിക്കുന്ന വാക്കുകളെ അദ്ദേഹം അവിടെ പറഞ്ഞു ജഗാഥ. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സ്നിഗ്ധമൂർധജസ്ത്രിരേഖാങ്കിത കന്ധരഃ പീതാംബരധരഃ കൃഷ്ണാജിനധരോ ദർഭഹസ്തഃ ഏതാദൃശഃ പൃഥുരുത്ഥായ സമന്തതഃ സർവാൻ വിലോകയൻ സർവേഷാം ഉപകാരാർത്ഥമനുവദന്നിവ ഗൂഢാർത്ഥം ജഗാഥ ഉള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 20ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢമവിക്ലവം സർവേഷാമുപകാരാർത്ഥം തഥാ അനുവദന്നിവാദണ വ്യാഖ്യാനത്തിൽ അവസാനം പറഞ്ഞത് സർവേഷാമുപകാരാർത്ഥം തഥാ അനുവദന്നിവ എന്ന് പറഞ്ഞത്.
ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢമവിക്ലവം സർവേഷാമുപകാരാർത്ഥം അനുവദന്നിവ. അപ്പോൾ ആ എല്ലാവരുടെയും ആ ഉപകാരത്തിനായിട്ട് ആ ചെയ്തതെല്ലാം അനുവദിക്കും വണ്ണം, അനുവദന്നിവ ചെയ്തതെല്ലാം അനുവദിക്കും വണ്ണം, ആ കേൾക്കാൻ സുഖകരവും ഭംഗിവാക്കുകളുള്ളതും ആ ശാന്തസ്വരത്തിലുള്ളതും ഉച്ചാരണശുദ്ധിയുള്ളതും ആശയഗാംഭീര്യമുള്ളതും പതർച്ചയില്ലാത്തതുമായിരിക്കുന്ന വാക്കുകളെ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചാരുചിത്രപദം, വളരെ ഭംഗിയുള്ള വാക്കുകൾ. ചിത്രപദം ശ്ലക്ഷ്ണം എന്ന് പറഞ്ഞാൽ ശാന്തസ്വരത്തിൽ ഉള്ളതും, മൃഷ്ടം ഉച്ചാരണശുദ്ധിയുള്ള, ഗൂഢം ആശയഗാംഭീര്യമുള്ളത്, ഗൂഢം വിക്ലവം അവിക്ലവം, ഗൂഢം അവിക്ലവം എന്ന് പറഞ്ഞാൽ പതർച്ചയില്ലാത്തത് ആയിട്ടുള്ള വാക്കുകളെ ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലമം സർവേഷാം ഉപകാരാർത്ഥം, എല്ലാവർക്കും ആ ഉപകാരത്തിനായിക്കൊണ്ട്, ഏവരുടെയും ഉപകാരാർത്ഥമായിക്കൊണ്ട്, തഥാ അനുവദന്നിവ ചെയ്തതെല്ലാം അനുവദിക്കും വണ്ണം, ചെയ്തതിനെയെല്ലാം സമ്മതിക്കും വണ്ണം വാക്കുകൾ പറഞ്ഞു. അവിക്ലവം, ആ വാക്കുകൾ ഗാംഭീര്യമുള്ള ആ വാക്കുകൾ പതർച്ചയില്ലാത്തതുമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പതിലത്തെ പദങ്ങൾ തത് അപ്പോൾ, സർവേഷാം എല്ലാവരുടെയും, ഉപകാരാർത്ഥം ഉപകാരത്തിനായിട്ട്, അനുവദൻ ഇവ ചെയ്തതെല്ലാം അനുവദിക്കും വണ്ണം, ചാരു കേൾക്കുവാൻ സുഖകരവും, ചിത്രപദം ഭംഗിവാക്കുകളും ഉള്ളതും, ശ്ലക്ഷ്ണം ശാന്തസ്വരത്തിലുള്ളതും, മൃഷ്ടം ഉച്ചാരണശുദ്ധിയുള്ളതും, ഗൂഢം ആശയഗാംഭീര്യമുള്ളതും, അവിക്ലവം പതർച്ചയില്ലാത്തതുമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞു. ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം സർവേഷാം ഉപകാരാർത്ഥം തഥാ അനുവദന്നിവ. തഥാ അപ്പോൾ, സർവേഷാം ഏവരുടെയും, ഉപകാരാർത്ഥം ഉപകാരത്തിനായിട്ട്, അനുവദൻ ഇവ ചെയ്തതെല്ലാം അനുവദിക്കും വണ്ണം, ചാരു കേൾക്കാൻ സുഖകരവും, ചിത്രപദം ഭംഗിവാക്കുകളുള്ളതും, ശ്ലക്ഷ്ണം ശാന്തസ്വരത്തിലുള്ളതും, മൃഷ്ടം ഉച്ചാരണശുദ്ധിയുള്ളതും, ഗൂഢം ആശയഗാംഭീര്യമുള്ളതും, അവിക്ലവം പതർച്ചയില്ലാത്തതുമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് തഥാ സർവേഷാം ഉപകാരാർത്ഥം അനുവദൻ ഇവ ചാരു ചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം എന്നുകൂടി പറയാം. തഥാ സർവേഷാം ഉപകാരാർത്ഥം അനുവദൻ ഇവ ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം. അപ്പോൾ ആ ഏവരുടെയും ഉപകാരത്തിനായിട്ട് ആ ചെയ്തതെല്ലാം അനുവദിക്കും വണ്ണം, ആ കേൾക്കാൻ സുഖകരവും ഭംഗിവാക്കുകളുള്ളതും, ശ്ലക്ഷ്ണം ശാന്തസ്വരത്തിലുള്ളതും, ഉച്ചാരണശുദ്ധിയുള്ളതും, ആശയഗാംഭീര്യമുള്ളതും, പതർച്ചയില്ലാത്തതുമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞു. ആ സദസ്സിന് സന്തോഷം തോന്നും വിധം ഇപ്രകാരം പറഞ്ഞു. എന്നിട്ട് പൃഥുവിൻ്റെ വാക്യം ശ്രോത്രപ്രിയവും ഉചിതവും ഭാവഗംഭീരവും ആയിരുന്നു. തങ്ങൾ ചെയ്തതും സർവർക്കും ഉപകാരപ്രദങ്ങളുമായിരിക്കുന്ന കാര്യങ്ങളെ പൃഥു അംഗീകരിക്കുന്നതായിട്ട് ആ വാക്കുകളിൽ സ്പഷ്ടമാക്കപ്പെട്ടു. അപ്പോൾ യോഗ്യനായ സന്താപനാശങ്ങളും അപ്പോൾ പറഞ്ഞ് സന്താപനാശകങ്ങളും സ്നിഗ്ധങ്ങളുമായിരിക്കുന്ന കൃഷ്ണമണികളോട് കൂടിയവനുമായ രാജാവ് ചുറ്റും നോക്കി ആ സദസ്സിനെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നു എന്ന് തോന്നും വിധം ശ്രോത്രപ്രിയവും മധുരപദയുക്തവും പ്രശസ്തവും പരിശുദ്ധവും ഗംഭീരാർത്ഥവത്തും അവ്യാകുലവും ആയിരിക്കുന്ന വാക്യം സകലരുടെയും ഉപകാരത്തിനായിട്ട് പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് 4 ഭാഗത്തും നോക്കിയ ശേഷം ആ സദസ്സിനെ ഏറ്റവും ആനന്ദിപ്പിച്ചുകൊണ്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞു. വാക്കിന് വേണ്ടതായിരിക്കുന്ന സകല ഗുണങ്ങളും തികഞ്ഞു ഇരിക്കുന്നുവെന്ന് കാണിപ്പാൻ ആ വിശേഷണങ്ങൾ കേൾക്കുന്നവരുടെ ശ്രോത്രത്തിൽ പ്രീതിയെ ജനിപ്പിക്കുന്നതും ചിത്തത്തിൽ ചമൽക്കാരത്തെ വർദ്ധിപ്പിക്കുന്ന ആ പദങ്ങളടങ്ങിയതും ശ്ലാഘ്യവും പക്ഷപാതാദി ദോഷങ്ങളുടെ സ്പർശനം പോലും ഇല്ലാതിരുന്നതിനാൽ ശുദ്ധവും ആലോചിക്കും തോറും അർത്ഥം അധികരിച്ച് ഉണ്ടാവാൻ തക്ക വിധത്തിൽ ഇരിക്കുന്നതിനാൽ ഗൂഢവും നിശ്ചിതമായ അഭിപ്രായത്തെ പ്രകാശിപ്പിക്കുന്നതും ആയിരുന്നു ആ രാജാവിൻ്റെ വാക്കുകൾ.
അപ്പോൾ ഇവിടെ അതാണ് ഇതിൽ കഴിഞ്ഞ പീതാംബരധര കൃഷ്ണാജിനധരോ ദർഭഹസ്ത ഏതാദൃശ പൃഥുരുത്ഥായ സമന്തത സർവാൻ എല്ലായിടത്തും വിലോകയൻ നോക്കിക്കൊണ്ട് സർവേഷാം ഉപകാരാർത്ഥം എല്ലാവരുടെയും ഉപകാരത്തിനായിക്കൊണ്ട് അനുവദന്നിവ ഉപകാരാർത്ഥം അനുവദന്നിവ ചെയ്തതെല്ലാം അനുവദിച്ചുകൊണ്ട് ഗൂഢാർത്ഥം വളരെ രഹസ്യമായ അർത്ഥത്തോടു കൂടിയിട്ടുള്ള വാക്കുകളെ ജഗാത പറഞ്ഞു എന്നുള്ളത് ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ്. രാജോവാച സഭ്യാഹ ശൃണുത ഭദ്രം വഹ സാധവോയ ഇഹാഗതാ സത്സു ജിജ്ഞാസുഭിർധർമ്മമാവേദ്യം സ്വമനീഷിതം. സഭ്യാഹ ശൃണുത ഭദ്രം വഹ സാധവോയ ഇഹാഗതാ സൽസു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം. സഭ്യാഹ എന്ന് പറഞ്ഞാലയോ അസഭാവാസികളെ, ഭദ്രം വഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രത്തെ ഉണ്ടാക്കുന്ന ഭവാന്മാർക്കെല്ലാം മംഗളം ഉണ്ടാവട്ടെ. ഭദ്രം വഹ ശൃണുത കേൾക്കൂ. സാധവോഹോ യ ഇഹാഗതാഹ ഇവിടെ വന്നെത്തിയിരിക്കുന്ന ആ സാധവഹ ആ സജ്ജനങ്ങളായിട്ടുള്ള എല്ലാവരും കേൾക്കുവിൻ. സത്സു ജിജ്ഞാസുഭിർധർമ്മം ആ സജ്ജനങ്ങളിൽ ജിജ്ഞാസുഭി എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാൽ ആ ധർമ്മത്തെക്കുറിച്ച് സ്വമനീഷിതാം തൻ്റെ ആ മനസ്സിലിരിക്കുന്നത് എന്താണ്, ധർമ്മത്തെക്കുറിച്ചും തൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണോ അതിനെ പറ്റിയിട്ട് അറിയിപ്പിക്കപ്പെടേണ്ടതാണ്. അത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. തസ്മാൽ ശൃണുത, അതിനാൽ അതിനെ നിങ്ങൾ കേട്ടാലും. അതാണ് രാജോവാച ആ പൃഥ്വിരാജാവ് പറയുന്നത്. സഭ്യ ശൃണുത ഭദ്രം വഹ സാധവോയ ഇഹാഗത സത്സു ജിജ്ഞാസുഭിർധർമ്മമാവേദ്യം സ്വമനീഷിതം. പദങ്ങൾ ഹേ സഭ്യ അല്ലയോ സഭാവാസികളെ, സാധവ സജ്ജനങ്ങളായിരിക്കുന്ന യേ ആരെല്ലാം ഇഹ ഇവിടെ ആഗത വന്നെത്തിയിരിക്കുന്നുവോ, വഹ ആ ഭവാന്മാർക്കെല്ലാം ഭദ്രം മംഗളം, ധർമ്മത്തെ ജിജ്ഞാസുഭി അറിവാൻ ആഗ്രഹിക്കുന്നവരാൽ സ്വമനീഷിതം തൻ്റെ ആ മനസ്സിലിരിക്കുന്നത് സൽസു സജ്ജനങ്ങളിൽ ആവേദ്യം അറിയിപ്പിക്കപ്പെടേണ്ടതാണ്. തസ്മാത് ശൃണുത അതിനാൽ കേട്ടാലും. ഒന്നും കൂടി പറയാം. ഹേ സഭ്യാഹ അല്ലയോ സഭാവാസികളെ, സാധവ സജ്ജനങ്ങളായിരിക്കുന്ന യേ ആരെല്ലാം ഇഹ ഇവിടെ ആഗത വന്നെത്തിയിരിക്കുന്നുവോ, വഹ ആ ഭവാന്മാർക്കെല്ലാം ഭദ്രം മംഗളം ഭവിക്കട്ടെ. ധർമ്മത്തെ ജിജ്ഞാസുഭി അറിവാൻ ആഗ്രഹിക്കുന്നവരാൽ സ്വമനീഷിതം തൻ്റെ ആ മനസ്സിലിരിക്കുന്നത് സത്സു സജ്ജനങ്ങളിൽ ആവേദ്യം അറിയിപ്പിക്കപ്പെടേണ്ടതാണ്. തസ്മാത് ശൃണുത അതിനാൽ കേട്ടാലും. പദ അന്വയം ഹേ സഭ്യാഹ സാധവ യേ ഇഹ ആഗത വഹ ഭദ്രം ധർമ്മം ജിജ്ഞാസുഭി സ്വമനീഷിതം സത്സു ആവേദ്യം തസ്മാത് ശൃണുത. എന്നുകൂടി പറയാം. ഹേ സഭ്യാഹ സാധവ യേ ഇഹ ആഗത വഹ ഭദ്രം ധർമ്മം ജിജ്ഞാസുഭി സ്വമനീഷിതം സത്സു ആവേദ്യം തസ്മാത് ശൃണുത അല്ലയോ സഭാവാസികളെ, സജ്ജനങ്ങളായിരിക്കുന്ന ആരെല്ലാം ഇവിടെ വന്നെത്തിയിരിക്കുന്നുവോ ആ ഭവാന്മാർക്കെല്ലാം മംഗളം. ധർമ്മത്തെ അറിവാൻ ആഗ്രഹിക്കുന്നവരാൽ തൻ്റെ ആ മനസ്സിലിരിക്കുന്നത് സജ്ജനങ്ങളിൽ അറിയിപ്പിക്കേണ്ടതാണ്. അതിനാൽ അതിനെ കേട്ടാലും. അപ്പോൾ ഇവിടെ ആ സമാഗതരായിരിക്കുന്ന സജ്ജനങ്ങൾക്കെല്ലാം നാം മംഗളം നേരുന്നു. നാം പറയുന്നത് കേട്ടാലും ധർമ്മജിജ്ഞാസുക്കൾക്ക് ആ താന്താങ്ങൾക്ക് അറിയാൻ വണ്ണം ധർമ്മം പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവയെല്ലാം ശരി തന്നെയോ എന്നറിയൂ എന്ന ഭാവം. ആ ഭാവത്തിലാണ് അദ്ദേഹം അത് പറയണതെന്നർത്ഥം. അപ്പോൾ യോഗ്യന്മാരായിരിക്കുന്ന സഭാവാസികളെ,
ഇവിടെ വന്നുകൂടിയ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ധർമ്മതത്വം അറിവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾ അറിഞ്ഞിടത്തോളം അതല്ല ആ സജ്ജനങ്ങളുടെ മുന്നിൽ കാര്യം ഉണർത്തേണ്ടതുണ്ട് എന്നുള്ളതിനൊക്കെയാണ് ആ രാജാവ് അത് പറയുന്നത്. രാജാവ് പറഞ്ഞു, ഈ സത്രത്തിൽ സന്നിധാനം ചെയ്തിരിക്കുന്ന സദാചാരയുക്തന്മാരായിരിക്കുന്ന സഭ്യന്മാരെ, നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണം. നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ. ധർമ്മനിശ്ചയത്തെ അറിവാൻ ആഗ്രഹിക്കുന്നവർ സ്വാഭിപ്രായത്തെ സത്തുക്കളെ അറിയിക്കേണ്ടതാണ് ആവശ്യം ആണല്ലോ. തൻ്റെ അഭിപ്രായം ധർമ്മം അനുസരിച്ചിരിക്കുന്നത് തന്നെയോ അല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ അധികാരിയായിരിക്കുന്ന സജ്ജനങ്ങളെ അറിയിക്കുന്നതുകൊണ്ട് ആ ധർമ്മസ്വരൂപം നിർണയിപ്പാൻ സാധിക്കും. അത് പ്രകാരം നടക്കുന്നതുകൊണ്ട് ക്ഷേമവും വർദ്ധിക്കും. അപ്പോൾ എന്താണ് ആ പൃഥുരാജാവ് പറഞ്ഞതെന്നുള്ളതാണ്. പൃഥുരുവാച, ഹേ സഭ്യ, അല്ലയോ സഭാവാസികളെ, യുഷ്മാകം, നിങ്ങൾക്ക് ഭദ്രം വരട്ടെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ധർമ്മജിജ്ഞാസുഭി, ധർമ്മത്തിൽ ജിജ്ഞാസുക്കളായിരിക്കുന്ന പുംഭി പുരുഷന്മാർ, സത്സു സ്വമനീഷിതം, അത് എന്താണെന്ന് വക്തവ്യം, അതിനെ ധരിപ്പിക്കേണ്ടത് അത്യാവശ്യം ആണ്. പൃഥുരുവാച, ഹേ സഭ്യാ, അല്ലയോ സഭാവാസികളെ, യുഷ്മാകം ഭദ്രം, നിങ്ങൾക്ക് മംഗളം വരട്ടെ. ധർമ്മജിജ്ഞാസുഭി, ധർമ്മത്തിൽ ജിജ്ഞാസുക്കളായിരിക്കുന്ന ഇവർക്ക്, ആ പുംഭി പുരുഷന്മാർക്ക്, സത്സു സജ്ജനങ്ങളാൽ, സ്വമനീഷിതം അവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്നുള്ളത് വക്തവ്യം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ളത്, ധർമ്മത്തെ പറ്റിയിട്ട് എന്താണുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹേ സഭ്യാഹ യുഷ്മാകം ഭദ്രം ധർമ്മജിജ്ഞാസുഭി പുംഭി സത്സു സ്വമനീഷിതം വക്തവ്യം. അപ്പോൾ അടുത്ത 22ാമത്തെ ശ്ലോകം. അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. ഞാൻ പ്രജകളുടെ രക്ഷിതാവും അതുപോലെ ഉപജീവനദാതാവും, സ്വേഷു അവരവരുടെ ആ സേതുഷു ആ പരിധികൾക്കുള്ളിൽ അതാതിടത്ത് ഒതുക്കി നിർത്തുന്നവനും ആ ശാസകനും ആയിരിക്കുന്ന രാജാവായിട്ട് ഞാൻ ഇവിടെ യോജിത നിയമിക്കപ്പെട്ടിരിക്കുന്നു. അഹം ദണ്ഡധരോ, ഞാൻ ആ ദണ്ഡം ധരിച്ചിട്ട് പ്രജാനാമിഹ യോജിത, പ്രജകൾക്ക് യോജിച്ചിരിക്കുന്ന വിധത്തിൽ രക്ഷിക്കുവാനും വൃത്തിദ ആ പ്രവൃത്തികൾ ചെയ്യുവാനും സ്വേഷു സ്വേതുഷു അവരവരുടെ ആ പരിധിക്കുള്ളിൽ അവരെ രക്ഷിക്കുവാൻ സ്ഥാപിത അവരുടെ രാജാവായിട്ട് പൃഥക് നിയമിതനായിരിക്കുന്നു. ഇഹ ജിതഃ എന്നെ നിയമിതനായിരിക്കും, രാജാവായിട്ട് എന്നെ നിയമിച്ചിരിക്കുന്നു അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ പ്രജാനാം പ്രജകളുടെ രക്ഷിതാവും വൃത്തിദഃ ഉപജീവനദാതാവും സ്വേഷു അവരവരുടെ സേതുഷു പരിധിക്കുള്ളിൽ പൃഥക് അതാതിടത്ത് സ്ഥാപിത ഒതുക്കി നിർത്തുന്നവനും ദണ്ഡധരഃ ശാസകൻ ദണ്ഡം ധരിച്ചവൻ ശാസകൻ ആയിരിക്കുന്ന രാജാവായിട്ട് അഹം ഞാൻ ഇഹ ഇവിടെ യോജിതഃ നിയമിതനായിരിക്കുന്നു. ഒന്നും കൂടെ പറയാം. പ്രജാനാം പ്രജകളുടെ രക്ഷിതാവും വൃത്തിദഃ ഉപജീവനദാതാവും സ്വേഷു അവരവരുടെ സേതുഷു പരിധിക്കുള്ളിൽ പൃഥക് അതാതിടത്ത് സ്ഥാപിത ഒതുക്കി നിർത്തുന്നവനും ദണ്ഡധരഃ ശാസകനും ആയിരിക്കുന്ന രാജാവായിട്ട് അഹം ഞാൻ ഇഹ ഇവിടെ യോജിതഃ നിയമിതനായിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. പ്രജാനാം പ്രജകളുടെ രക്ഷിതാവും വൃത്തിദഃ ഉപജീവനദാതാവും സ്വേഷു അവരവരുടെ സേതുഷു പരിധിക്കുള്ളിൽ പൃഥക് അതാതിടത്ത് സ്ഥാപിത ഒതുക്കി നിർത്തുന്നവനും ദണ്ഡധരഃ ശാസകനും ആയിരിക്കുന്ന രാജാവായിട്ട് അഹം ഞാൻ ഇഹ ഇവിടെ യോജിതഃ നിയമിതനായിരിക്കുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് പ്രജാനാം രക്ഷിതാ വൃത്തിദ സ്വേഷു സ്വേതുഷു പൃഥക്
സ്ഥാപിത ദണ്ഡധരഃ രാജാ അഹം ഇഹ യോജിതഃ പ്രജാനാം രക്ഷിതാ വൃത്തിദ സ്വേഷു സേതുഷു പൃഥക് സ്ഥാപിത ദണ്ഡധരഃ രാജാ അഹം ഇഹ യോജിതഃ പ്രജകളുടെ രക്ഷിതാവും ഉപജീവനദാതാവും അവരവരുടെ പരിധിക്കുള്ളിൽ അതാതിടത്ത് ഒതുക്കി നിർത്തുന്നവനും ശാസകനും ആയ രാജാവായിട്ട് അഹം ഞാൻ ഇവിടെ നിയമിതനായിരിക്കുന്നു. അപ്പോൾ പ്രജകളുടെ ദണ്ഡധരനായിരിക്കുന്ന രാജാവായും രക്ഷിതാവായും ഉപജീവനം നൽകുന്നവനായും വർണ്ണാശ്രമധർമ്മങ്ങളിൽ ശരിയായ നിലനിൽപ്പ് ചെയ്യേണ്ടവനായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ പൂജ്യരായ സദസ്യരെ, ചിലരുടെ അപക്ഷത്തിൽ യജ്ഞാധിപതിയായിരിക്കുന്ന ഇവിടെ എന്താ പറഞ്ഞ, ഇവിടെ സമാഗതരായ സജ്ജനങ്ങൾക്കെല്ലാം നാം മംഗളം നേരുന്നു. നാം പറയുന്നത് കേട്ടാലും ധർമ്മജിജ്ഞാസുക്കൾക്ക് താന്താങ്ങൾക്ക് അറിയാവണ്ണം ധർമ്മം പറഞ്ഞു കൊടുക്കണം, എങ്കിലേ അവയെല്ലാം ശരി തന്നെയോ എന്നറിയൂ എന്ന് ഭാവം. നാം ആ രാജാവായി അവരോധിക്കപ്പെട്ടിരിക്കയാൽ പ്രജകളെ രക്ഷിപ്പാനും അവരിൽ അപരാധികളെ ശിക്ഷിപ്പാനും പ്രജകൾക്ക് ഉപജീവനമാർഗം ഉണ്ടാക്കുവാനും അവരെ ധർമ്മപഥത്തിൽ വർദ്ധിപ്പിക്കുവാനും ബാധ്യതപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നെ പ്രജകളുടെ രാജാവായിട്ട് മുനിമാർ നിശ്ചയിച്ചിരിക്കയാൽ മാർഗം തെറ്റി നടക്കുന്നവരെ ശിക്ഷിപ്പാനും സ്വധർമ്മം നടത്തുന്ന സുജനങ്ങളെ ദുർജന പീഡകളിൽ നിന്നും രക്ഷിപ്പാനും ഉപജീവന പദാർത്ഥങ്ങളെ സമ്പാദിച്ചു കൊടുപ്പാനും വിവേകമില്ലാത്തവരെ അവരവരുടെ ധർമ്മങ്ങളിൽ തന്നെ ഉറപ്പിക്കുവാൻ വേണ്ടത് പ്രവർത്തിപ്പാനും ഞാൻ അധികാരിയാകുന്നു ഉള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഹേ പ്രജാഹ, അല്ലയോ പ്രജകളെ, അല്ല അഹം പ്രജാനാം ദണ്ഡധരഃ, ഞാൻ ആ പ്രജകളുടെ ശാസകനായിട്ട് ഇഹം രാജ, ഇവിടെ രാജാവായിട്ട് എന്നെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. അഹം പ്രജാനാം ദണ്ഡധര, ആ പ്രജകളുടെ ശാസകനായിട്ട് ഇഹ രാജ, ഇവിടെ രാജാവായിട്ട് യോജിത എന്നെ വാഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ. അഹം പ്രജാനാം ദണ്ഡധര ഇഹ രാജാ യോജിത എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. തസ്യമേ തദനുഷ്ഠാനാദ്യാനാഹുർബ്രഹ്മവാദിനഃ ലോകാഃ സ്യുഃ കാമസംദോഹാ യസ്യ തുഷ്യതി ദിഷ്ടദൃക്. തസ്യമേ തദനുഷ്ഠാനാദ്യാഹുർബ്രഹ്മവാദിനഃ ലോകാഃ സ്യുഃ കാമസംദോഹാ യസ്യ തുഷ്യതി ദിഷ്ടദൃക്. ആ എനിക്ക്, തസ്യമേ ആ എനിക്ക്, ആ അനുഷ്ഠാനം ഹേതുവായിട്ട്, ആ ബ്രഹ്മത്തിൻ്റെ അനുഷ്ഠാനം ഹേതുവായിട്ട് വേദവിത്തുകളായിരിക്കുന്ന ആ ബ്രാഹ്മണന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നുവോ, ആ കാമത്തെ ദോഹനം ചെയ്യുന്ന ആ സ്വർഗാദി ലോകങ്ങൾ ഉണ്ടാകട്ടെ, ആ സ്വർഗാദി ലോകങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകട്ടെ, യാതൊന്നിൽ സർവസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ സന്തോഷിക്കുന്നു. തസ്യമേ തദനുഷ്ഠാനാദ്യാനാഹുർ ബ്രഹ്മവാദിനഃ, അങ്ങനെയുള്ള എനിക്ക് ആ അനുഷ്ഠാനങ്ങൾ ഹേതുവായിട്ട് ആ വേദവിത്തുക്കളായിരിക്കുന്ന ആ ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ട് ആ സകലവിധ കാമങ്ങളെയും ദോഹനം ചെയ്യാൻ പറ്റി. സ്വർഗാദി ലോകങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ, ഇവിടെ നിറയട്ടെ. യസ്യ യാതൊന്നിൽ ആ സർവസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ തുഷ്യതി സന്തോഷിക്കുന്നു. അതാണ് തസ്യമേ തദനുഷ്ഠാനാദ്യാനാഹുർ ബ്രഹ്മവാദിനഃ ലോകാഃ സ്യുഃ കാമസന്തോഹാ യസ്യ തുഷ്യതി ദിഷ്ടദൃക്. അപ്പോൾ അതിലത്തെ പദങ്ങൾ തസ്യമേ ആ എനിക്ക്, തദനുഷ്ഠാനാത് ആ അനുഷ്ഠാനമേതുവായിട്ട്, ബ്രഹ്മവാദിനഃ വേദവിത്തുക്കളായിരിക്കുന്ന യാൻ ആഹുഹു ബ്രാഹ്മണർ എന്തു പറഞ്ഞിരിക്കുന്നുവോ, കാമസന്തോഹ ആ കാമത്തെ ദോഹനം ചെയ്യുന്ന ആ ലോകാഹ സ്വർഗാദി ലോകങ്ങൾ സ്യുഹു ഉണ്ടാവട്ടെ. യസ്യ യാതൊന്നിൽ ദിഷ്ടദൃക്
സർവസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ തുഷ്യതി സന്തോഷിക്കുന്നു. പറയാം തസ്യമേ ആ എനിക്ക് തദനുഷ്ഠാനാത് ആ അനുഷ്ഠാനം ഹേതുവായിട്ട് ബ്രഹ്മവാദിനഃ വേദവിത്തുകളായിരിക്കുന്ന യാൻ ആഹുഹു ബ്രാഹ്മണർ എന്തു പറഞ്ഞിരിക്കുന്നുവോ കാമസന്തോഹ കാമത്തെ ദോഹനം ചെയ്യുന്ന ആ ലോകാഹ സ്വർഗാദി ലോകങ്ങൾ സ്യുഹു ഉണ്ടാവട്ടെ. യസ്യ യാതൊന്നിൽ ദൃഷ്ടദൃക് സർവസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ തുഷ്യതി സന്തോഷിക്കുന്നു. അന്വയം വന്നിട്ട് തസ്യമേ തദനുഷ്ഠാനാത് ബ്രഹ്മവാദിനഃ യാൻ ആഹുഹു കാമസന്തോഹ ലോകാഹ സ്യു യസ്യ ദിഷ്ടദൃക് തുഷ്യതി. എന്നും കൂടി പറയാം. തസ്യ മേ തദനുഷ്ഠാനാത് ബ്രഹ്മവാദിനഃ യാൻ ആഹുഹു കാമസന്തോഹ ലോകാഹ സ്യു യസ്യ ദിഷ്ടദൃക് തുഷ്യതി. എനിക്ക് ആ അനുഷ്ഠാനം ഹേതുവായിട്ട് ആ വേദവിത്തുക്കളായിരിക്കുന്ന ബ്രാഹ്മണർ എന്ത് പറഞ്ഞിരിക്കുന്നുവോ ആ കാമത്തെ ദോഹനം ചെയ്യുന്ന ചെയ്തിട്ട് കിട്ടുന്ന ആ സ്വർഗലോകാദികൾ യാതൊന്നിൽ അവയിലൊക്കെ ആ സർവസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം അവയെല്ലാം ആ അനുഷ്ഠാനത്തിൽ ഇവർ ധർമ്മപദത്തിൽ പ്രജകൾക്ക് ഉപജീവനമാർഗം ഉണ്ടാക്കുവാനും അവരെ ധർമ്മപദത്തിൽ വർദ്ധിപ്പിക്കുവാനും ബാധ്യപ്പെട്ടവനാണ് ഞാൻ. നാം അവയെല്ലാം ആ അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ചെയ്താൽ സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുമെന്ന് വേദജ്ഞരായിരിക്കുന്ന മഹാന്മാർ പറയുന്നു. അതിനാൽ ആ കാമങ്ങളെല്ലാം അനുഭവിക്കുമാറ് എനിക്ക് ആ ഊർധ്വലോക സൗഖ്യങ്ങൾ സിദ്ധിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മവാദികൾ പറയുന്ന അഭീഷ്ടതങ്ങളായിരിക്കുന്ന ആ പുണ്യലോകങ്ങൾ പ്രജാപാലന നിമിത്തം എനിക്ക് ലഭ്യമാകും. ആ കർമ്മസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ എന്നിൽ സന്തോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രാജാവായിരിക്കുന്ന ആ ഏതൊരുവൻ പ്രജകളെ അധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാതെ അവരിൽ നിന്ന് പ്രജാപരിപാലന രൂപമായിരിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് യാതൊരു രാജാവിൻ്റെ പേരിൽ കർമ്മസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നുവോ ആ രാജാവിന് യാതൊരു ലോകങ്ങൾ മരണാനന്തരം ലഭിക്കും എന്ന് വേദത്തിൽ കാണുന്നുവോ ആ സ്വധർമ്മത്തെ തെറ്റാതെ നടത്തുന്ന എനിക്ക് സർവകാമങ്ങളെയും സാധിപ്പിക്കുന്ന ആ പുണ്യലോകങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇതിലെ അർത്ഥം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ ബ്രഹ്മവാദിനോ യദാഹുസ്തത് ബ്രഹ്മവാദികൾ പറയപ്പെട്ടതായിരിക്കുന്ന രാജ്ഞാചരിതം ചേൽ തസ്യ ആ രാജാവ് അവർ പറയപ്പെട്ടതായിരിക്കുന്ന വാക്കുകളെ ആചരിച്ചിട്ട് ചേത്തസ്യ അതിന് അനുസരിച്ചിട്ടുള്ള ലോകങ്ങൾ കാമദുഃഖാഹ സ്യുഹു ഇവിടെ വന്നു ചേരുന്നു. ബ്രഹ്മവാദിനോ യദാഹുസ്തത് ബ്രഹ്മവാദികളായിരിക്കുന്ന ബ്രാഹ്മണർ പറഞ്ഞിരിക്കുന്ന ആ രാജ്ഞാചരിതം വാക്കുകളെ അനുഷ്ഠാനം ചെയ്തിട്ട് ആചരിച്ചിട്ട് ആ രാജാവ് അനുസരിച്ചിട്ട് ചേത് തസ്യ അതിനനുസരിച്ചിട്ടുള്ള ലോകാഹ കാമദുഃഖാഹ ആ ലോകങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. കാമദുഃഖാഹ സ്യുഹു ബ്രഹ്മവാദിനോ യദാഹുസ്തത് രാജ്ഞാചരിതം ചേത് തസ്യ ലോകാഹ കാമദുഃഖാഹ സ്യുഹു എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത 24-ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.